ഹലോ ഡിയർ സ്റ്റുഡൻസ്, കൊമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 പാർട്ടിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്, അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു 2 ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഏതൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി സഹായിക്കുന്നവയാണ് ഈ പറയാൻ പോകുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ടൂൾസ്? അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പോളിസി. ഏതൊരു ബിസിനസ് കൺസേണും റൺ ചെയ്യണമെങ്കിൽ ഫണ്ട് ആവശ്യമാണ്. സോ ഫണ്ട് എങ്ങനെ റേസ് ചെയ്യും? ഓണർഷിപ്പ് ഫണ്ട് വേണോ, അതല്ല ഡെപ്റ്റ് ഫണ്ട് വേണോ? ഏതാണ് നല്ലത്? ഓണർഷിപ്പ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ. ഇനി ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ, ലോൺസ്, ലോങ് ടൈം ലോണ്, ഷോർട്ട് ടൈം ലോണ് തുടങ്ങിയവ. ഇത്തരത്തിലുള്ള ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പോളിസി ടെക്നിക്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇൻകേർഡ് ആയിട്ടുള്ള കോസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് അത് കോസ്റ്റായി ചിലവഴിച്ച് കഴിഞ്ഞിട്ടുള്ള കോസ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ട് കൊണ്ട് ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാനും ആ ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് കമ്പനിയുടെ പെർഫോമൻസ് കൂട്ടാനും ഈ ടെക്നിക്സ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലൂടെ നമുക്ക് എത്രയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്രയാണ് കോസ്റ്റ് വന്നത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്സിലൂടെ നമ്മൾ കോസ്റ്റ് എത്രയാണെന്ന് പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ ഈ ഒരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ടെക്നിക്സ് കൊണ്ട് ഉപയോഗിക്കുന്നു. ക്ലിയർ? നെക്സ്റ്റ് വൺ, മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ 2 ടൈപ്പ് കോസ്റ്റ് ഉണ്ട്. ഒന്ന് വേരിയബിൾ കോസ്റ്റ്, രണ്ടാമത്തത് ഫിക്സ്ഡ് കോസ്റ്റ്. ഇപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആണ്. പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റിൽ മാറ്റങ്ങളൊന്നും വരില്ല. എന്നാൽ വേരിയബിൾ കോസ്റ്റിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് വേരിയബിൾ കോസ്റ്റിൽ മാറ്റങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ, ഒരു റൂമിന് റെൻറ്റ് 5000 ആണെന്ന് വിചാരിക്കാം. ആ റൂമിൽ 1000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാലും 10000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാലും റെൻറ്റ് 5000 ആണ് വരിക. അപ്പോൾ റെൻറ്റിൽ എന്ത് ചെയ്യുന്നില്ല? മാറ്റം വരുന്നില്ല. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് റെൻറ്റിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാൽ വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് വേരിയബിൾ കോസ്റ്റിൽ എന്ത് ചെയ്യും? മാറ്റം വരും. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റിനെയാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നോക്കുമ്പോൾ വേരിയബിൾ കോസ്റ്റാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഈ ഒരു പോയിന്റിൽ പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലൊക്കെ ഉള്ള ഡാറ്റാസ് അത് കുറച്ച് സംഖ്യകൾ മാത്രമാണ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഡാറ്റയെ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ടെക്നിക്സ് ആയിട്ടുള്ള റേഷ്യോ അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് തുടങ്ങിയ അനാലിസിസ് ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ
ഡാറ്റ എന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഡാറ്റയെ ഒരു ചാർട്ട് രൂപത്തിലോ അല്ലെങ്കിൽ ഗ്രാഫ് രൂപത്തിലോ ഒക്കെ വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാവർക്കും മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ്, ബജറ്ററി കൺട്രോൾ. ഈ ബജറ്ററി കൺട്രോൾ സിസ്റ്റം പ്രകാരം എക്സ്പെൻഡിച്ചറും റവന്യൂവും പ്രീ ഡിറ്റർമൈൻഡ് ചെയ്യുന്നു. നമ്മളെല്ലാവരും ബജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുള്ളതാണ് അല്ലേ? ഇപ്പോൾ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ ഒക്കെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു വർഷത്തേക്ക് വരുന്ന ചിലവും ഒരു വർഷത്തേക്ക് വരുന്ന വരുമാനവും എന്ത് ചെയ്യുന്നു? ബജറ്റിൽ പറയുന്നു. ഇതെന്താണ്? പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഈ പ്രീ ഡിറ്റർമൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സ്പെൻഡിച്ചറും റവന്യൂവും എന്ത് ചെയ്യുന്നു? ആക്ച്വൽ എക്സ്പെൻഡിച്ചറും റവന്യൂവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തതിന് ശേഷം അവിടെ എന്തെങ്കിലും ഡീവിയേഷൻസ്, വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്, എന്തൊക്കെയാണ് ആ ഒരു ഡീവിയേഷൻ ഓവർകം ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ബജറ്ററി കൺട്രോളിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ കോസ്റ്റിനെ ആദ്യം തന്നെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ചെയ്തു വെക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ ആക്ച്വലി ഉണ്ടായിട്ടുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിൽ എന്തെങ്കിലും വേരിയൻസ് ഉണ്ടെങ്കിൽ ആ വേരിയൻസിനെ അനാലിസിസ് ചെയ്യുന്നു. ആ വേരിയൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഡിസിഷൻ അക്കൗണ്ടിങ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിൻ്റെ കോസ്റ്റിനെയും അതേപോലെ അതിൻ്റെ റവന്യൂയെയും അനാലിസിസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന ആ ഒരു അക്കൗണ്ടിങ്ങിനെ പറഞ്ഞ പേരാണ് ഡിസിഷൻ അക്കൗണ്ടിങ് എന്നുള്ളത്. ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ്. നെക്സ്റ്റ് വൺ, റീവാലുവേഷൻ അക്കൗണ്ടിങ്. റിവാല്യൂഷൻ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസറ്റിൻ്റെ വാല്യൂ അപ് ടു ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് റീവാല്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ റീവാല്യൂ ചെയ്യണം എന്ന് പറയാൻ കാരണം നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ നോക്കുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ എല്ലാം റീവാല്യൂ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലായ്പ്പോഴും ഈ ഇൻഫ്ലേഷൻ സംഭവിക്കാറുണ്ട്. ഇൻഫ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? മണിയുടെ വാല്യൂ കുറയുന്നുണ്ട് ഇല്ലേ? മണി വാല്യൂ കുറയുന്നത് ഒരു സത്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് വാങ്ങിയിട്ടുള്ള അസറ്റിന് അന്ന് ചിലപ്പോൾ അതിന് 1,00,000 കൊടുത്തിട്ടുണ്ടാവാം. ആ 1,00,000 നമ്മൾ റീവാല്യൂ ചെയ്തിട്ട് ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ആ അസറ്റിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസറ്റിൻ്റെ വാല്യൂ റീവാല്യൂ ചെയ്യുന്നത്. അത് റിവാല്യൂഷൻ അക്കൗണ്ടിങ് എന്ന ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാണ്. അത് ഡാറ്റയെ കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് ആ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഇൻഫർമേഷൻസ് മാനേജ്മെൻറ്റിന് പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് അത് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറോ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം വഴിയൊക്കെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഡാറ്റയെ മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അത് മാനേജ്മെൻറ്റിന് പാസ് ചെയ്യുന്നു. മാനേജ്മെൻറ്റ് അത് ഉപയോഗിച്ചുകൊണ്ട് കൺസിഡറബിൾ ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ ശ്രമിക്കും. അപ്പോൾ ഇതാണ് ഈ MIS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച്. ഇപ്പോൾ
ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് സ്റ്റാറ്റിക്കൽ ടെക്നിക്സും അതേപോലെ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പ്രോബബിലിറ്റി, സാമ്പിളിങ്, ലീനിയർ പ്രോഗ്രാമിങ്, ഗെയിം തിയറി, സിമുലേഷൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ മാനേജ്മെൻറ്റിന് ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്താൻ സാധിക്കുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലും ഈ സ്റ്റാറ്റിക്കൽ ടെക്നിക്സും ഓപ്പറേഷണൽ റിസർച്ച് ടെക്നിക്സും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങും ഒരു കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്സാണ്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര കോസ്റ്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യണം? കോസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് അവർ നടപ്പിലാക്കണം. അപ്പോൾ ഇത്ര കോസ്റ്റിൽ ഇത്ര പ്രൊഡക്ഷൻ വേണം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു പേഴ്സണിനോ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ ഒരു കോസ്റ്റിൻ്റെ ഉള്ളിൽ അത് ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്സാണ് ഈ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ്, അതർ ടെക്നിക്സ്. അതർ ടെക്നിക്സിൽ പറയുന്നതാണ് ഈ അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ്, ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസ്, റിസ്ക് അനാലിസിസ്, വാല്യൂ അനാലിസിസ് ഒക്കെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന അതർ ടെക്നിക്സാണ്. ഇനിയും ഒരുപാട് ടെക്നിക്സുകളുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടെക്നിക്സാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഇൻസ്റ്റാളേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. എങ്ങനെയാണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് 7 സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പ്രിപ്പയറിംഗ് ഓർഗനൈസേഷണൽ മാനുവൽ. ഓർഗനൈസേഷണൽ മാനുവൽ പ്രിപ്പയർ ചെയ്യുക. ഓർഗനൈസേഷണൽ മാനുവൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷണൽ മാനുവലിൽ ഓർഗനൈസേഷനിലെ ഓരോ വ്യക്തിയുടെയും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, പൊസിഷൻസ് തുടങ്ങിയവ എന്തൊക്കെയാണ് എന്നത് മെൻഷൻ ചെയ്തിരിക്കണം. ഇങ്ങനെ ഒരു ഓർഗനൈസേഷണൽ മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ കഴിയും. അഥവാ ഓരോ വ്യക്തിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പയറിംഗ് ഫോംസ് ആൻഡ് റിട്ടേൺ. മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ട് വരുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും അത് പ്രസൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോംസ്, റിട്ടേൺസ് തുടങ്ങിയവ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോംസും റിട്ടേൺസും ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, റിക്വസൈറ്റ് സ്റ്റാഫിംഗ്. ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ നിയമിക്കുക. സ്റ്റാഫിനെ മാത്രം വെച്ചാൽ പോരാ, അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക. എന്നിട്ട് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ്, ക്ലാസിഫയിങ് അക്കൗണ്ട്സ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ദി സിസ്റ്റം. ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള അക്കൗണ്ട്സ് ക്ലാസിഫൈ ചെയ്യുക. ഇങ്ങനെ അക്കൗണ്ട്സ് ക്ലാസിഫൈ ചെയ്യുന്നതിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാനും ആ ഡാറ്റ അനലൈസ് ചെയ്യാനൊക്കെ കഴിയും. കൂടാതെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കിട്ടുന്നത് എവിടുന്നാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിൽ നിന്നുമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്സ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രകാരം ഒരു ഓർഗനൈസേഷനിൽ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യും. അഥവാ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഫിക്സ് ചെയ്യുകയും എന്നിട്ട് ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആക്ച്വൽ കോസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. അഥവാ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും കമ്പയർ ചെയ്തിട്ട് ഇവ തമ്മിലുള്ള വേരിയേഷൻസ് കണ്ടെത്തുകയും
ആ വേരിയേഷൻസ് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുകയും ചെയ്യുക. ഇതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ്, സെറ്റിംഗ് അപ്പ് ബഡ്ജറ്ററി കോസ്റ്റ് ടെക്നിക്സ്. ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇൻട്രൊഡ്യൂസിങ് ഓപ്പറേഷണൽ റിസർച്ച് ടെക്നിക്സ്. ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻവിറോൺമെൻറ്റാണ്. അപ്പോൾ ആ ഒരു ബിസിനസ് എൻവിറോൺമെൻറ്റിൽ, ചേഞ്ചിങ് ബിസിനസ് എൻവിറോൺമെൻറ്റിൽ ഓർഗനൈസേഷന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ന്യൂ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ചലഞ്ചസിനെ ഫേസ് ചെയ്യണമെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് ടെക്നിക്സ് ഫോളോ ചെയ്ത് അതിനെ ഓവർകം ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ പുതുതായിട്ടുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് ടെക്നിക്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഈ ടെക്നിക്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഇൻസ്റ്റാളേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ പറയുന്ന 7 പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന ഈ ഒരു ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ്.